തെക്കൻ തിരുവിതാംകൂറിലെ കൊല്ലം ജില്ലയിൽ ആനയടിയിൽ എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടത്തപ്പെടുന്ന ആനയടിപ്പൂരം എന്ന മഹാഗജമേള ആനകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കൊല്ലം പഴയിടം ശ്രീ നരസിംഹ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്സവങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന മഹത്തായ ഈ ഗജമേള ആഘോഷങ്ങൾക്ക് നിറം പകർന്ന ഗജവീരന്മാർ നിരനിരക്കുമ്പോൾ രചിച്ചു ശീലിച്ച ഗണേശ്വരിത നിറച്ച പ്രൗഢിയുള്ള ഗജതാരകം എഴുന്നള്ളി ചെല്ലുന്ന നാട്ടിൽ ഏഴഴക് നിറച്ച ആനയുടെ തമ്പുരാന്റെ മണ്ണിലെ തെക്കൻ തിരുവിതാംകൂറിൻ്റെ തൃശ്ശൂർ പൂരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരുപക്ഷെ അതിലും മഹത്തരമായ രീതിയിൽ നടത്തപ്പെടുന്ന 70ഓളം ആനകൾ അണിനിരക്കുന്ന മഹത്തായ ഈ ഗജമേള മാത്രം വാടുവിളങ്ങിയ തോട്ടേക്കാട്ടു നാട്ടിൽ ചരിത്രം കുറിച്ച മഹോത്സവത്തിനുമെല്ലാം വീരസേനാനി വരികയാണ്. ഗജേന്ദ്ര സേനാപതി തോട്ടേക്കാട്ടു കണ്ണനും തെക്കൻ തിരുവിതാംകൂറിൻ്റെ തൃശ്ശൂർ പൂരം. അതെ, ഇത് ആനയടിപ്പൂരം. ജനസമുദ്രം, എവിടെയും ഭക്തി, ഉത്സവമേളം, സന്തോഷം. അതെ, ഇത് കൊല്ലം ജില്ലയുടെ സ്വന്തം തൃശ്ശൂർ പൂരം, ആനയടിപ്പൂരം. കൂട്ടർക്കും സ്വാഗതം. കടന്നു വരികയാണവനും അറയ്ക്കുള്ളിൽ കണക്കിൽ അമലിന്റെ അതെ കാഴ്ചയിലെ സൗന്ദര്യഭാവം കൊണ്ട് ഏകമതിയുടെ മാനസപുത്രന്റെ വരവ്. സുന്ദര കില്ലാടി വിഷ്ണു ലോകം രാജസേനൻ. ആനയടി ഗജമേള നടക്കുന്ന വയലിലൂടെയുള്ള നടത്തം. ഇവിടെയാണ് ആനകൾ അണിനിരക്കുവാൻ പോകുന്നത്. 70ഓളം ആനകൾ. ഞാനും എൻ്റെ കൂട്ടുകാരനും എല്ലാ വർഷവും ഈ ഗജമേള കാണുവാൻ വരാറുണ്ട്. ഞങ്ങൾക്ക് ഉടനെ തിരിച്ചു പോകണം. അത് കാരണം വൈകുന്നേരത്തെ ഈ പൂരം അതിൻ്റെ എല്ലാ പ്രവൃത്തികളും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വയലേലകളിലൂടെ. ഒരു പ്രത്യേക വൈബാണ് ഇവിടെ. ഭക്തിസാന്ദ്രം, ജനനിബിഡം, സന്തോഷം, ഉത്സവമേളം. ഞങ്ങൾ ദൂരെ നിന്നും വന്നിട്ടുള്ളവരായതുകൊണ്ട് വൈകുന്നേരം വരെ ഇവിടെ കാണുവാൻ വേണ്ടി നിൽക്കാൻ കഴിയാത്തതിനാൽ തിരിച്ചു പോവുകയാണ്. ഇന്നെങ്കിലും ഒരിക്കൽ പൂർണ്ണമായി ഇത് കാണണം എന്നാണ് ആഗ്രഹം. ഗജവീരന്മാർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മഹത്തായ ഗജമേള ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ടതാണ്. കൊല്ലം ജില്ലയിലാണ്. ഈ ഒരു വൈബ് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉറപ്പായും ഇവിടെ വന്ന് ഈ ഉത്സവത്തിൽ പങ്കെടുക്കുകയും ഈ ഗജമേള കാണുകയും ചെയ്യണം. ഇനി തെയ്യങ്ങളുടെ വരവ്. ഗജമേള
അതിൻ്റെ വൈബിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആനകൾ 70ഓളം ആനകൾ ഏകദേശം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഇനി ഡാൻസും വൈബുമായി യുവാക്കളുടെ രംഗപ്രവേശം. This temple is dedicated to Lord Narasimha, the fourth incarnation of Lord Mahavishnu. Yeah, this is great. Anedi. ഞങ്ങൾ തിരികെ വീട്ടിലേക്ക്. താങ്ക് യു.